എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് PSCയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു സംഖ്യയുടെ 45% 270 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര? സംഖ്യ നമുക്ക് അറിയാത്തതുകൊണ്ട് സംഖ്യയ്ക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. സംഖ്യ എക്സ്, സംഖ്യയുടെ അതായത് എക്സിൻ്റെ സംഖ്യയുടെ 45%, അതായത് എക്സ് ഇൻറ്റു 45% എന്ന് പറയുന്നത് 45/100 എന്ന് പറയുന്നത് 270 തന്നിട്ടുണ്ട്. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 270 കൂടെ കിടക്കുന്ന 45/100 ഇട്ട് ഹരിക്കുക. 2x = 10 എന്ന് പറഞ്ഞാൽ x = 10/2 എന്ന് പറയുന്ന പോലെ x ഗുണം 45%, 45/100 എന്ന് പറയുന്നത് 270 ആണ്. സംഖ്യ അറിയാത്തതുകൊണ്ട് നമ്മൾ x എന്ന് എടുക്കുന്നു. സംഖ്യയുടെ എന്നുള്ളിടത്ത് ഇൻ്റെയൊക്കെ പറയുമ്പോൾ ഇൻറ്റു കൊടുത്താൽ മതി. x ഇൻറ്റു 45% എന്ന് പറയാൻ 45/100 സമയം 270 തന്നിട്ടുണ്ട്. അപ്പോൾ x ഇൻറ്റു 45/100 270 ആണ്. അങ്ങനെയാണ് x കാണാൻ 270 കൂടെ കിടക്കുന്ന 45/100 ഇട്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. 270 ഇൻറ്റു 100/45, 9 വെച്ച് കട്ട് ചെയ്യാം. 9 30 വരും. ഇവിടെ 5 വരും. 5 20 100, അതായത് 600 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംഖ്യ എക്സ് എന്ന് പറയുന്നത് 600 വരും. നമുക്കറിയാത്തതുകൊണ്ട് സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കുന്നു. സംഖ്യ എക്സ് ആണെങ്കിൽ സംഖ്യയുടെ 45%, എക്സിൻ്റെ 45% എന്ന് പറയാം. എക്സ് ഇൻറ്റു 45/100 270 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സംഖ്യ എത്ര? അതായത് എക്സ് ഇൻറ്റു 45/100 270 ആണെങ്കിൽ എക്സ് കാണാൻ 270 കൂടെ കിടക്കുന്ന 45/100 ഇട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക. 270 ഗുണം 100/45. ഇത് രണ്ടും 9 വെച്ച് വെട്ടാം. 30 270 9/5 5 20 20 ഗുണം 30 600 വരും. സംഖ്യ എക്സ് ആണ് നമുക്ക് സംഖ്യയുടെ എക്സ് ആ സംഖ്യ എന്നെടുത്ത്, അതായത് 600. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഒരു സമാന്തര ശ്രേണി AP, സമാന്തര ശ്രേണിയുടെ 10ാം പദം AN കാണാനുള്ള ഫോർമുല A + n - 1 × D. അപ്പോൾ A 10 ആണെങ്കിൽ A + 10 - 1 × D, അതായത് A + 9D തന്നിട്ടുണ്ട്. 10ാം പദം എത്രയാണ്? 20. അതായത് A + 9D എന്ന് പറയുന്നത് 20 ആണ്. ഇനി 20ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + A20, അതായത് A + 20. 20ാം പദം എന്ന് പറയുന്നത് A20 എന്ന് പറയുന്നത് A + n - n വരെ ഇവിടെ 20 ആണ്. -20 - 1 × D, അതായത് A20 എന്ന് പറഞ്ഞാൽ A + 19D. അതായത് A50 പറഞ്ഞെങ്കിൽ A + 49D, A + 50 - 1 × D 49D. ഇവിടെ A20 തന്നിട്ടുണ്ട്. അതായത് A + 19D എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10ാം പദം 20, അതായത് A + n - 1 × D. എന്ത് ടേം കാണാനുള്ള ഫോർമുല A + n - 1 × D. ഇവിടെ n എന്ന് പറയുന്നത് A10 എന്ന് പറഞ്ഞാൽ A + 10 - 1 × D, A + 9D. A20 എന്ന് പറഞ്ഞാൽ A + 19D. A25 എന്ന് പറഞ്ഞാൽ A + 24D. ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. A50D A50 എന്ന് പറഞ്ഞാൽ A + 49D. ഇവിടെ A + 10ാം പദം, അതായത് A10 എന്ന് പറയുന്നത് A + 9D 20, A + 19D 10. ഇനി ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. അങ്ങ് ക്യാൻസലായിപ്പോൾ. അതായത് 9D - 19D = 20 - 10 വരും. 9D - 19D ലൈറ്റ് ടേംസ് ആണ്. 19 9 പോകെ 10, വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുന്നു. അതായത് -10D എന്ന് പറയുന്നത് 20 നിന്ന് 10 പോകുന്നു. അതായത് ഇതിങ്ങനെ കുറച്ചാൽ മതി. A പോകെ 0, 9D നിന്ന് 19D പോകെ -10D = 20 - 10 10. -10Dയുടെ വില 10 ആണ്. അപ്പോൾ Dയുടെ വില എന്ത് കിട്ടും? 10 / -10. ഏതെങ്കിലും ഒന്ന് മൈനസ് ആയാൽ ഉത്തരം നമുക്ക് -1 എന്ന് കിട്ടി. പൊതുവ്യത്യാസം -1 ആണ്. പൊതുവ്യത്യാസം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് ഏതിലെങ്കിലും ഒന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A + 9D A +
9D എന്ന് പറയുന്നത് 20ആണ്. അതായത് A പ്ലസ് 9 ഇൻറ്റു ഡിയുടെ വില കൊടുക്കുന്നു -1 സമം 20. A മൈനസ് പ്ലസ് 9 -1 കൂടെ ഗുണിച്ചാൽ -9. ഒരു ഏതെങ്കിലും ഒന്ന് മൈനസ് ആയാൽ പ്രോഡക്റ്റ് മൈനസ് ആകും. A -9 എന്ന് പറയുന്നത് 20. ഇപ്പോൾ A എന്ന് പറയുന്നത് 20, ഈ -9 ഇങ്ങനെ റൈറ്റ് സൈഡിൽ വരാം, +9 29. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 29. ഇവിടെ ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? സംഖ്യ എക്സ് എന്ന് കൊടുക്കുന്നു. സംഖ്യയുടെ എക്സിൻ്റെ 45/100 ഇൻറ്റു 45/100 270. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഇട്ട് ഹരിക്കാൻ പറയാം, തിരിച്ചിട്ട് ഗുണിക്കുന്നു. 270 ഇൻറ്റു 100/40 600. ഓപ്ഷൻ എ ആണ്. എ പിയുടെ nth ടേം കാണാനുള്ള ഫോർമുല A + n-1 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് A 10 തന്നിട്ടുണ്ട്. A + 10 - 1 ഇൻറ്റു ഡി, അതായത് A + 9D. A 20 ചോദിച്ചെങ്കിൽ A + 19D, അതായത് A 20 തന്നിട്ടുണ്ട്. A 20 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. A + 10 20, അതായത് A + 9D എന്ന് പറയുന്നത് 20 ആണ്. ഇനി 20ാം പദം A + 19D എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് ഇക്വേഷൻ 2 എടുത്ത് രണ്ടും കുറച്ച് A നേ പോകാം 0. ഈ 9D - 19D സമം 20 - 10. 9D - 19D ലൈക്ക് ടേംസ് ആണ്. വലിയതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, അതായത് 19 9 പോകാം 10. അതായത് -10D സമം 20 10 പോകാം 10. -10Dയുടെ വില 10 ആണെങ്കിൽ ഡിയുടെ വില എന്ത് കിട്ടും? D സമം 10/-10, അതായത് -1 കിട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A + 9 ഇൻറ്റു -1 സമം 20. പ്ലസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ്. A -9 സമം 20. അതായത് ഈ 9 ഇപ്പുറം വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ A സമം 20 + 9 സമം 29 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 1080 തന്നിട്ടുണ്ട്. അങ്ങനെ പലിശ നിരക്ക് എത്ര? ആദ്യം നിക്ഷേപിച്ച തുകയാണ് P. I = PNR/100 എന്നൊരു ഫോർമുലയുണ്ട് സാധാരണ പലിശ. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. I × 100 എന്ന് പറഞ്ഞാൽ PNR. ഇവിടെ P എന്ന് പറഞ്ഞാൽ ആദ്യം നിക്ഷേപിച്ച തുക 6000, N വർഷങ്ങളുടെ എണ്ണം, I എന്ന് പറയുന്ന പലിശ 1080. 6 നമുക്ക് അറിയത്തില്ല. ഇനി നമുക്ക് PNR സമം P × N × R സമം I × 100. P എത്ര? 6000 ഗുണം N വർഷങ്ങളുടെ എണ്ണം ഗുണം 6 അറിയാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. I എത്ര? നമുക്ക് 1080 തന്നിട്ടുണ്ട്, ഗുണം 100. അപ്പോൾ നമുക്ക് 6 കാണാൻ ഈ കൂടെ കിടക്കുന്ന 6000 ഗുണം 3 ഇട്ട് ഹരിച്ചാൽ മതി. ഇതിനെ 1080 ഗുണം 100/6000 ഗുണം 3. 2 0 ഇത് വെട്ടി, 3 0 മുകളിലത്തെ താഴത്തെ വെട്ടി, 108/18 വരും. അതായത് 6 കിട്ടും. 6% ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാധാരണ പലിശ നിരക്കിലെ പലിശയുടെ ഒരു ഫോർമുല ഉണ്ട്. I = PNR/100. P എന്ന് പറഞ്ഞാൽ ആദ്യം നിക്ഷേപിച്ച തുക, N വർഷങ്ങളുടെ എണ്ണം, ഇവിടെ 3 ആണ്. ആദ്യം നിക്ഷേപിച്ച 6000, P 6000. I പലിശ തന്നിട്ടുണ്ട് 1080 സാധാരണ പലിശ. 6 പലിശ നിരക്കാണ് 6, അത് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടുന്നു. I = PNR/100 എന്നൊരു ഫോർമുല ഉണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. I = PNR = I × 100. ഇനി വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P 6000 ഗുണം N 3 ഇൻറ്റു 6 അറിയാത്തതുകൊണ്ട് അങ്ങനെ എഴുതി സമം I പലിശ എത്ര തന്നിട്ടുണ്ട്? 1080 ഗുണം 100. 6 സമം 1080 ഗുണം 100. കൂടെ കിടക്കുന്ന 6000 3 കൂടെ 6000 × 3 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 3 0 താഴത്തെ മുകളിലത്തെ കട്ട് ചെയ്ത് 108/6 18. 6 വരും. 6% ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 6 സംഖ്യകളുടെ ശരാശരി 36 ആയാൽ അവയിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 35 ആയാൽ അവസാനത്തെ സംഖ്യ ഏതെന്നത്? ശരാശരി കാണാനുള്ള ഫോർമുല ആകെ / എണ്ണം. അതായത് ആകെ കാണണമെങ്കിൽ ശരാശരി എണ്ണവും കൂടെ, ആവറേജും ടോട്ടൽ കാണണമെങ്കിൽ ആവറേജും നമ്പറും കൂടെ ഗുണിച്ചാൽ മതി. ഇവിടെ 6 സംഖ്യകളുടെ ആകെ കണ്ടിട്ട് 5 സംഖ്യകളുടെ ആകെ കണ്ട് കുറച്ചാൽ മതി, അവസാനത്തെ സംഖ്യ കിട്ടും. 6 സംഖ്യകളുടെ ആകെ എത്രയാണ്? 6 × 36 216. അതായത് 6 ന് 5 പോകുകയെന്ന് 17 41 വരും. ഓപ്ഷൻ 6 സംഖ്യകളുടെ ആകെ കാണാൻ എണ്ണവും ശരാശരിയും കൂടെ ഗുണിക്കും. 6 × 36 216 വരും. ആദ്യത്തെ 5 സംഖ്യകളുടെ ആകെ കാണാൻ എണ്ണവും ശരാശരിയും കൂടെ, ശരാശരി 35 തന്നിട്ടുണ്ട്, എണ്ണം ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ. അപ്പോൾ അത് 216 175 കുറയ്ക്കുമ്പോൾ 41 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി A/B എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് 3:4 തന്നിട്ടുണ്ട്. A/B
A/B/C മുകളിൽ എഴുതുക. A/B 3:4, B/C 5:8. അതായത് അടുത്ത വരിയിൽ ബിയുടെയും സിയുടെയും നേരെ 5:8. ഇത് ഡി വരയ്ക്കുക. ഇവിടെ ഒരു ബ്ലാങ്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് വന്നിട്ടുണ്ട്. ഈ ബ്ലാങ്ക് വന്നിടത്ത് അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സംഖ്യ അങ്ങ് എഴുതിയാണ്. ഇവിടെ 4 ഇതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ, ഇവിടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ 5. ഇനി ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക. 4 8 32. ഇത് രണ്ടും കൂടെ താഴെ ഗുണിച്ച് ഇവിടെ എഴുതുക. 20 5 3 15. അതായത് A/B/C ചോദിച്ചെങ്കിൽ 15:20:32. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇപ്പോൾ A/C ചോദിച്ചെങ്കിൽ 15 32 എയുടെ സിയുടെ നേരെ താഴെയുള്ള, അതായത് ആദ്യം A/B/C എന്ന് എഴുതുക. ഇവിടെ A/B 3:4 തന്നിട്ടുണ്ട്. B/C അതിൻ്റെ തൊട്ട് താഴത്തെ വരി B/C 5:8. ഇവിടെ നമ്മൾ വരയ്ക്കുക. ഇവിടെ ഇതിൻ്റെ ഒരു ബ്ലാങ്ക് വന്നു, ഇവിടെ ഒരു ബ്ലാങ്ക് വന്നു. ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക 4. ഇത് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക 5. ഇനി ഇത് രണ്ടും കൂടെ ഗുണിച്ച് എഴുതുക. 4 8 കൂടെ ഗുണിച്ചാൽ 32. ഇവിടെ 4 5 കൂടെ ഗുണിച്ചാൽ 20. ഇവിടെ 3 5 കൂടെ ഗുണിച്ചാൽ 15. ഇനി A/B/C ചോദിച്ചാൽ 15:20:32. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.